الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وإن يريدوا أن يخدعوك فإن حسبك الله هو الذي أيدك بنصره وبالمؤمنين وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പഠിച്ചറിഞ്ഞ് ആചരിക്കുകയും മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം പാലിക്കേണ്ട സഹവാസ മര്യാദകളും സാഹോദര്യ ബന്ധങ്ങളും അരക്കിട്ടുറപ്പിക്കുകയും എന്നിട്ട് നല്ല വിശ്വാസികളായി നല്ല മുഅ്മിനുകളായി സ്വർഗലബ്ധിക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഉണർത്തുകയാണ്. നമുക്കിടയിലുള്ള പെരുമാറ്റ മര്യാദകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായി സംസാരിച്ചു കൂടുന്നത്. അതിലൊരു ഭാഗം മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ഈ സാഹോദര്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് കാണുക, വിസിറ്റ് ചെയ്യുക എന്നത്. പരസ്പരം സൗഹൃദം പുതുക്കുവാൻ വേണ്ടി, സ്നേഹം പങ്കിടാൻ വേണ്ടി, ഹദിയകൾ നൽകാൻ വേണ്ടി, ആദരവുകൾ അർപ്പിക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെയുള്ള ഈ മനുഷ്യരും മറ്റുള്ള ആളുകൾ സഹോദരനെ ചെന്ന് കാണുന്ന അവസ്ഥ. അങ്ങനെ കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ അവരുടെ മനസ്സുകൾ അടുക്കുന്നു, കൂടുതലായി അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന പകയും പോരും കിബറും സംശയവും തെറ്റിദ്ധാരണയും ഒക്കെ നീങ്ങി പോകുന്നു. ഉള്ളു തുറന്ന് സംസാരിക്കുകയല്ലാതെ തെറ്റിദ്ധാരണകൾ നീങ്ങാൻ മറ്റു മാർഗമൊന്നുമില്ല. സ്നേഹം ആർക്കിടയിലാണ് വർദ്ധിക്കുക എന്നത്, ആർക്കിടയിലാണോ കൂടുതൽ സംസാരം നടക്കുന്നത്, അതിനുള്ള അവസരങ്ങളുള്ളത് അവർക്കിടയിൽ മാത്രമാണ്. നമ്മൾ പലപ്പോഴും വെള്ളം ചോരാത്ത കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കി വെച്ച് അതിനകത്തേക്ക് കയറിക്കൂടിയിട്ട് പിന്നീട് ഈ കമ്പാർട്ട്മെൻറ്റുകൾക്കകത്തുള്ള ഈ വലിയ തർക്കങ്ങളും വാശിയും വഴക്കവും വക്കാണവും ഒക്കെ ആകുമ്പോൾ പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും ഇല്ലാതെ പോകുന്നു എന്നത് ശരിയാണ്. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തൻ്റെ മറ്റൊരു പ്രദേശത്തുള്ള ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങുമ്പോൾ അയാളോടൊപ്പം 70,000 മലക്കുകൾ കൂടുന്നു. ആ മലക്കുകളൊക്കെയും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ യാത്ര ചെയ്യുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഈ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. നിന്റെ പേരിലുള്ള ബന്ധം നിലനിർത്തി
ഈ ആളുകൾ ഈ രണ്ടു പേര് നിലനിർത്തി. ആ ബന്ധം നിലനിർത്താനാണ് ഈ യാത്ര. അതുകൊണ്ട് പടച്ച തമ്പുരാനെ, നീയും ഇവരും തമ്മിലുള്ള ബന്ധം നീ നിലനിർത്തണമേ. അത്രമേൽ ഗുണം കിട്ടുന്ന ഒരു സൽക്കർമ്മവും പുണ്യവുമാണ് ചെന്നു കാണുക എന്നത്. പലപ്പോഴും ചെന്ന് കാണൽ കുറഞ്ഞു പോകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ ഈ അത്യാധുനിക സൗകര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെസ്സേജുകളിലൂടെ പറയുന്നതോ ആയ ആശയവിനിമയത്തിൻ്റെ തലമല്ല അപ്പുറവും ഇപ്പുറവും ഇരുന്ന് മനസ്സ് തുറന്ന് കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമോ എന്ന് നമുക്കറിയാമോ. അതുകൊണ്ട് അതിന് വലിയ അത് മനുഷ്യന്റെ മനസ്സുകളെ വല്ലാതെ ഇണക്കി ചേർക്കും, വിളക്കി ചേർക്കും. അതുപോലെ തന്നെ തസീദുൽ ഈമാൻ, നമ്മുടെ രണ്ടു കൂട്ടരുടെയും അവിടെയുള്ളവരുടെയും ചെന്ന് കാണുന്നവരുടെയും ഈമാൻ അത് വർദ്ധിപ്പിക്കും. മനസ്സിന് വല്ലാത്തൊരു കുളിർമയും ആശ്വാസവും സന്തോഷവും നൽകും. മനസ്സിന്റെ സന്തോഷം തേടിയാണ് ആളുകൾ ഈ പെടാപാടക്കപ്പെടുന്നത്. സന്തോഷം ലഭിക്കുന്ന മാർഗങ്ങൾ പക്ഷേ നമ്മുടെ ദിനചര്യകൾ ഇല്ലാതെ പോവുകയാണ്. ഹസൻ ബസരി റഹിമഹുള്ള നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, ഒരു മുദ്രാവാക്യമുണ്ട്, ഒരാശയമുണ്ട്. അതിങ്ങനെയാണ്: ഇഖ്വാനുന അഹബ്ബു ഇലൈന മിൻ അഹ്ലീന. ഇഖ്വാനുന അഹബ്ബു ഇലൈന മിൻ അഹ്ലീന. അഹ്ലീന എന്നത് ഉദ്ദേശിച്ചത് അഹ്ലുകാർ, നമ്മളുടെ കുടുംബക്കാർ, ജ്യേഷ്ഠാനിയന്മാർ, വാപ്പയും വല്ലിപ്പയും അമ്മാവന്മാര്, അങ്ങനെ പോകുന്ന നമ്മുടെ കുടുംബക്കാരുണ്ടല്ലോ, നമ്മൾ അഹ്ലെന്ന് വിളിക്കുന്ന ആ ആളുകളെക്കാൾ ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ ഇഖ്വാനിനെയാണ്. ഇഖ്വാൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആദർശ ബന്ധുക്കളെയാണ്. ഇസ്ലാം വിളക്കിച്ചേർത്ത കണ്ണികളെയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറഞ്ഞ ആ ഉഖുവത്തുണ്ടല്ലോ, ആ ഉഖുവത്തിനകത്ത് ആദർശ ബന്ധുക്കളായിട്ടുള്ള ആളുകളെയാണ്, കുടുംബ ബന്ധമുള്ള ആളുകളെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന്. അങ്ങനെയാവുക? അദ്ദേഹം അതിന് ന്യായം പറയുന്നു. ആ ന്യായം ഇഖ്വാനുന യുദക്കിറുനാ ബിൽ ആഖിറ. ഞങ്ങളുടെ ആദർശ ബന്ധുക്കൾ, ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ സൗഹൃദ ബന്ധത്തിൽ കൂട്ടായ്മയിലെ ആളുകൾ പരലോകത്തെക്കുറിച്ചാണ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. പരലോകത്തെക്കുറിച്ചുള്ള സംഗതികൾ. നീ എന്റെ ഇന്നലെ ജമാഅത്തിനെത്തിയില്ല, അസുഖം വലുതുമായിരുന്നു. അസുഖമൊന്നും ആവാതെ ജമാഅത്തിനെത്താത്ത ആളുകളെ സംബന്ധിച്ചുള്ള ആ ചോദ്യം ഒരു പരലോകത്തേക്കുള്ള യാത്രയിൽ ഗുണം ചെയ്യും. നീ ഇന്ന സ്ഥലത്തൊന്നും നിന്നെ കാണുന്നില്ലല്ലോ. നല്ല നല്ല പരിപാടികളിൽ, ദീനിന് വേണ്ടിയുള്ള അധ്വാനങ്ങളിൽ എന്തുകൊണ്ട് നീ പങ്കെടുക്കുന്നില്ല എന്ന് കുടുംബക്കാരല്ല ചോദിക്കുക, ആദർശ ബന്ധുക്കളാണ് ചോദിക്കുക. ഇങ്ങനെയൊരു സംരംഭം വരാനിരിക്കുന്നു, ഇതിൽ നമുക്കും നമ്മളുടേതായ പങ്ക് നിർവഹിക്കാനാവും എന്ന് പറഞ്ഞു തരിക ആദർശ ബന്ധുക്കളാണ്, കുടുംബ ബന്ധുക്കളല്ല. കുടുംബ ബന്ധുക്കൾ എന്താ ചെയ്യുക? ദുന്യവിയായ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുക. വീട് പണി എവിടേക്ക്, മകളെ കല്യാണം എന്തായി, മകൻ കല്യാണം കഴിച്ച മരുമകളുടെ അവസ്ഥ എന്താണ്, പിന്നെ അങ്ങനെ പോകുന്ന ദുന്യവിയായ ഒരുപാട് വിഷയങ്ങൾ. അതിൽ വീട്, കുടുംബം, കുടുംബത്തിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കൃഷി, കച്ചവടം, അങ്ങനെ ഉണ്ടാവുള്ളൂ. അതൊക്കെയും ദുനിയാവുമായി കെട്ടുപറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളെ പരലോകത്തേക്ക് വേണ്ടി സഹായിക്കുന്നത് ഈ ഉഖുവത്താണ്. ഏത്? ഈമാനിന്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള തിണ്ണബലത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഇഖ്വാനാണ്. ഇഖ്വാനുന അഹബ്ബു ഇലൈന മിൻ അഹ്ലീന എന്നത് ഒരു ആശയമാക്കി എടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഞാൻ സൂചിപ്പിക്കുന്ന ഈ ചെന്ന് കാണലും, വർത്തമാനം പറയലും, ഒരുമിച്ചിരിക്കലും, കൂടെയിരിക്കലും, ഇതൊക്കെയും ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അതിന് കിട്ടുന്ന കൂലി ആലോചിച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തു പോകും. ജോലി തിരക്കുകൾക്കിടയിൽ, പ്രയാസങ്ങൾക്കിടയിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ പോകാൻ ശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ മറ്റൊരു നാട്ടിലേക്ക് സുഹൃത്തിന് വിസിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി മലക്കുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് അവിടെ വല്ലതും ലഭിക്കാനുണ്ടോ? ദുന്യവിയായ എന്തെങ്കിലും ലഭിക്കാനുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. അബ്ശിർ ഫഇന്ന അല്ലാഹ യുഖ്ബിറുക അന്നഹു യുഹിബ്ബുക കമാ അഹ്ബബ്തഹു ഫില്ലാഹ് എന്ന് പ്രതിവചിക്കും അവർ. ദുന്യവിയായ ആവശ്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത് എങ്കിൽ, തൻ്റെ ആദർശ ബന്ധുവിനെ, സുഹൃത്തിനെ കാണാൻ പോകുന്നത് എങ്കിൽ,
ഒരു ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. അതിൽ ദുന്യാവ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ നീ അറിഞ്ഞുകൊള്ളണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നഹു യുഹിബ്ബുക കമാ അഹ്ബബ്തുഹു ഫില്ലാഹ്. അല്ലാഹുവിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ, മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും വെച്ചു പുലർത്തുന്ന ഈ പരസ്പരമുള്ള സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം കാരണം അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. വിഷയം നമ്മുടെ മനസ്സിൽ വളരെ ലളിതവും വളരെ നിസ്സാരവുമായി തോന്നാമെങ്കിലും അപ്ലൈ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്തതുകൊണ്ടാണത്. മുആദ് ബിൻ ജബലിനോട് ഒരാൾ ചോദിച്ചു, ഇങ്ങനെ, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. മുആദിനോടാണ് റളിയല്ലാഹു തആല അൻഹു മറ്റൊരു ആൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പേരിലാണ് ഈ സ്നേഹം, മറ്റൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ മുആദ് റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖാല അല്ലാഹു തബാറക വ തആല വജബത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയ വലിൽ മുതജാലിസീന ഫിയ വലിൽ മുതസാവിരീന ഫിയ വലിൽ മുതബാദിലീന ഫിയ. അപ്പോ ഈ ആളുകൾ അൽ മുതഹബ്ബൂന ഫിയ ഫില്ലാഹ്, അൽ മുതജാലിസൂന ഫില്ലാഹ്, അൽ മുതശാവിറൂന ഫില്ലാഹ്, അൽ മുതസാവിറൂന ഫില്ലാഹ്, അൽ മുതബാദിലൂന ഫില്ലാഹ്. ഈ ഗുണമുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നിർബന്ധമായും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. ആരൊക്കെ? പരസ്പരം ചെന്ന് കാണുന്നവർ, ഒരുമിച്ചിരിക്കുന്നവർ, ഇസ്ലാമിന് വേണ്ടി ഒരുമിച്ചിരിക്കുന്നവർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതുപോലെയുള്ള അവസ്ഥയിൽ ഈ ചെന്ന് കാണലും ഈ നൽകലും വാങ്ങലും കൊടുക്കലും വാങ്ങലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സുന്ദരമായ ഒരു ഹദീസുണ്ട്. സ്വർഗത്തിൽ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും ഒക്കെ വളരെയേറെ ആഗ്രഹത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സാധനം സ്വർഗത്തിലുണ്ട്. മനാബിറും മിൻ നൂർ, പ്രകാശത്തിന്റെ കൊട്ടാരങ്ങൾ, പ്രകാശം കൊണ്ടുള്ള മാണിക്യ കൊട്ടാരങ്ങളാണത്. ആ കൊട്ടാരങ്ങൾ നോക്കിയിട്ട് ആളുകൾ ഇങ്ങനെ അത് ആർക്കുള്ളതാണ് എന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോ മലായികത്ത് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഈ പണികളൊക്കെ അൽ മുതഹബ്ബൂന ബിജലാലി, അൽ മുതജാലിസൂന ബിജലാലില്ലാഹ്, അൽ മുതസാവിറൂന ഫില്ലാഹ്, അൽ മുതബാദിലൂന ഫില്ലാഹ്, ഈ ഗുണങ്ങളൊക്കെ ഒത്ത ആളുകളുണ്ട്. ലഹും മനാബിറും മിൻ നൂർ, അവർക്കുള്ളതാണ് സ്വർഗത്തിലെ മാണിക്യം കൊണ്ടുള്ള തൂണുകളുള്ള ഈ പ്രകാശഗോപുരം. മാണിക്യം കൊണ്ടാണ് അതിന്റെ തൂണുകൾ, ഗോമേതകം കൊണ്ടുള്ള അറകൾ. അൽ മുതഹബ്ബൂന ബിജലാലി ലഹും മനാബിറും മിൻ നൂർ. ഹദീസ് ഇങ്ങനെയാണ്, ഇന്ന ഫിൽ ജന്നതി ലഅനുദും മിൻ യാഖൂത് അലൈഹാ ഉറഫും മിൻ സബർജദ് ലഹാ അബ്വാബും മുഫത്തഹ തുളീഉ കമാ തുളീഉൽ കൗകബു ദുരിയ്യ. ഗോമേതകം കൊണ്ടുള്ള അറകളും വെള്ളി നക്ഷത്രം കണക്കെ തിളങ്ങുന്ന വാതിലുകളുമുള്ള ഈ മാണിക്യ കൊട്ടാരങ്ങൾ ആർക്കുള്ളതാണ്? അത് അള്ളാഹുവിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച രണ്ട് മനസ്സുകൾക്കുള്ളതാണ്, രണ്ട് വ്യക്തികൾക്കുള്ളതാണ്. അതൊരു വല്ലാത്ത സൗഭാഗ്യമായി നമുക്ക് കാണാൻ കഴിയണം, വല്ലാത്തൊരു സൗഭാഗ്യമായി. കഅബ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു നമ്മളോട്. അദ്ദേഹം പറയുന്നു, റുബ്ബ ഖായിമിൻ മശ്കൂറുൻ ലഹു വറുബ്ബ നായിമിൻ മഅഫൂറുൻ ലഹു. എത്രയെത്ര ആളുകൾ ആദർശപരമായ കൂട്ടായ്മയൊരുക്കിയിട്ട് അതിനുള്ളിലെ ഈടുറ്റ കണ്ണികളായി ജീവിക്കാനായാലുണ്ടാകാവുന്ന വല്ലാത്ത സൗഭാഗ്യങ്ങളിൽ ഇത് നമ്മൾ മുമ്പിൽ വായിച്ചു വെക്കണം. എത്രയെത്ര രാത്രി നമസ്കാരക്കാർ അള്ളാഹുവിന്റെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, അള്ളാഹുവിന്റെ കൂലി വാങ്ങുന്നു, അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ കുറിച്ചാണ് ആ പരാമർശം. അതേസമയം ആ സമയത്ത് ഉറങ്ങുന്ന എത്ര ആളുകൾക്ക് അള്ളാഹു പാപം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? രാത്രിയിൽ ഉറങ്ങുന്ന ഒരു മുസ്ലിം സഹോദരനും
സഹോദരന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു സഹോദരൻ തഹജ്ജുദ് നമസ്കരിച്ച് പുണ്യം കരഗതമാക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ഉറങ്ങുന്ന സഹോദരന് വേണ്ടി ആ നമസ്കരിക്കുന്ന സഹോദരൻ പ്രാർത്ഥിക്കുന്നു, എന്റെ ഇന്ന സ്ഥലത്തുള്ള എന്റെ ഒരു സുഹൃത്ത്, അയാൾക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ തമ്പുരാനെ. ആ പ്രാർത്ഥന കേട്ട് ഈ ഉറങ്ങുന്ന മനുഷ്യന്റെ അയാളുടെ ചെയ്തികളിലെ തെറ്റായ ചുവടുവെപ്പുകളെ അള്ളാഹു മായ്ച്ചു കളയുന്നു എന്ന ഇത്രമേൽ ഊഷ്മളമായ ഒരു സ്നേഹബന്ധത്തെ കുറിച്ച് ഏത് പ്രത്യയശാസ്ത്രത്തിന് എവിടെയാണ് പറയാറുള്ളത്? നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയത്തെക്കുറിച്ചോ ആദർശത്തെക്കുറിച്ചോ ഈ മതത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ചോ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുമുണ്ടാകുന്ന അങ്ങേയറ്റത്തെ സൗഭാഗ്യത്തെക്കുറിച്ചോ ആളുകൾ ആലോചിക്കുന്നില്ല. ആളുകൾ വിമർശനങ്ങൾ കേട്ട് തളർന്നു നിൽക്കുക. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. മുഅ്മിനായി ജീവിച്ചു പോകുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹബന്ധം അരക്കെട്ടുറപ്പിച്ചാൽ ഉണ്ടാകുന്ന സൗഭാഗ്യമാണ് ഈ പറയുന്നതൊക്കെയും. അർശിന്റെ തണലിലേക്ക് നീക്കി നിർത്തപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലും ഇങ്ങനെ സ്നേഹിച്ച ആളുകളാണുള്ളത്. അവരും ഇത്തരക്കാരാണ്. അതുകൊണ്ട് ഈ സാഹോദര്യ ബന്ധം, കുടുംബ ബന്ധം, ഇങ്ങനെയൊക്കെ പല സംഗതികളുമുണ്ട്. ആദർശപരമായ സാഹോദര്യ ബന്ധമാണ് ആദർശ വിയോജിപ്പുള്ള രക്തബന്ധത്തെക്കാൾ വലുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരവസ്ഥ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ മുമ്പിൽ വന്നുകൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിലുള്ള ഒരു സംഭവം, നിങ്ങളാണ് എൻ്റെ ശമനൌഷധം എന്ന്. അങ്ങനെ നമ്മളെ നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നു, എൻ്റെ മനസ്സിന്റെ വേദനകളുടെ വിഷമങ്ങളുടെ എൻ്റെ നെരിപ്പോട് പോലെ എൻ്റെ മനസ്സ് പുകയുമ്പോ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വന്നു നിന്നാൽ മതി, നിങ്ങളോട് അല്പം സംസാരിച്ചാൽ മതി, വേണ്ട ഒരു 5-10 മിനിറ്റ് ഇവിടെ ഒന്ന് ഇരുന്ന് പോയാൽ മതി, നിങ്ങളാണ് എൻ്റെ ശമനൌഷധം എന്ന് നമ്മളെ നോക്കി ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? വേദനകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ ഒന്നിവിടെ വരാൻ എനിക്ക് തോന്നും, ഞാനിവിടെ കുറച്ചു നേരം ഇരുന്നു പോകും. അത് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല, ഒരു സ്ഥാനവുമല്ല. വളരെയേറെ അധ്വാനമുണ്ട്. നമ്മൾ ഒരു അധ്വാനവും നടത്തുന്നില്ല. നമുക്ക് ത്യാഗം സഹിക്കാനാവില്ല. നമുക്ക് സമയം മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെക്കാനാവില്ല. നമുക്ക് കാശിറക്കാനും കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തെ ഈ ഉന്നതമായ പദവികൾ നമ്മൾ ആഗ്രഹിക്കാൻ യോഗ്യരാവുക എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അൽ മുതബാദിലു റഫിയ. എന്നിട്ട് അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ച ഒരു സംഗതിയുണ്ട്, ഹൃദയങ്ങളൊന്നും അടുക്കാൻ. തഹാദൂ തഹാദൂ തഹാബൂ തഹാബൂ. നിങ്ങൾ ഹദിയകൾ പരസ്പരം നൽകണം. അത് നിങ്ങളുടെ മനസ്സുകളെ വല്ലാതെ അടുപ്പിക്കും, സ്നേഹം വല്ലാതെ വർദ്ധിപ്പിക്കും. പണ്ടൊക്കെ അതുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഹദിയ എന്ന് പറഞ്ഞ് ഈ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന പാക്കറ്റുകളെ കുറിച്ച് ഞാൻ ഹദിയ എന്ന് വിളിക്കുന്നില്ല. മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് സ്നേഹത്തിന്റെ ഭാഗമായി ആളുകൾക്ക് നൽകുന്ന സമ്മാനം തിരിച്ചറിയും. അതിന് ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ല. ആരെയും പറഞ്ഞു പഠിപ്പിക്കണ്ട എന്താണ് പ്രസന്റേഷൻ എന്നാരെയും പറഞ്ഞു പഠിപ്പിക്കണ്ട. നിങ്ങൾ പ്രസന്റേഷനുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകണം. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം, മതത്തിന്റെ നിർദ്ദേശം. അലി ഇബ്നു അബീ ത്വാലിബ്, ഉമർ ഇബ്നുൽ ഖത്താബൊക്കെ ഓരോ കുപ്പായങ്ങനെ മാറാതെ ഇട്ടുകൊണ്ട് നടന്നിരുന്ന കഥ നമ്മൾ അറിയില്ലേ? അതൊക്കെ ഓരോ പ്രസന്റേഷൻ ആയിരുന്നു, ഓരോരുത്തർ നൽകിയതായിരുന്നു. ആ നൽകുന്ന സാധനത്തെ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ വില നൽകി താലോലിച്ച് മരണം വരെ കൊണ്ടു നടന്ന സഹാബത്തിന്റെ കഥ പഠിക്കുക. അങ്ങനെ വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമാവും. വിചാരണ നാളിൽ മഹ്ശറ മുറ്റത്തെ ഒരു രംഗം ഹദീസിൽ ഇങ്ങനെ വരച്ചിരുന്നുണ്ട്. സ്വർഗത്തിലേക്ക് സ്നേഹബന്ധത്തിന്റെ പേരിൽ കയറിപ്പോകുന്ന രണ്ടാമൻ ഒരാളെ വിചാരണ ചെയ്യുക. ആ വിചാരണ നാളിൽ ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്നു. അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ റബ്ബ് അയ്ന അഖീ ഫുലാൻ, എന്റെ ആത്മമിത്രം, എന്റെ ആദർശ ബന്ധു, ഞാൻ ആ രൂപത്തിൽ ഉഖുവത്ത്
കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യൻ, അയാൾ എവിടെ? തമ്പുരാനെ, ഇന്നഹു ലം യഅമൽ മിസ്ല അമലിക, നിങ്ങളുടെ അത്ര അമലില്ല അയാൾക്ക്, അമലുകൾ കുറവാണ്, അതുകൊണ്ട് നിങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് പോരാൻ അയാൾ യോഗ്യത നേടിയിട്ടില്ല. അപ്പം അദ്ദേഹത്തിന്റെ മറുപടി, ഇഖ്സിം അമലി ബൈനന നഹ്നു അൽ ഇത്നൈൻ, തമ്പുരാനെ, എൻ്റെ ഈ അമലുകൾ രണ്ടായി ഭാഗിച്ചിട്ടെങ്കിലും ഞങ്ങൾ രണ്ടും രണ്ടല്ല, ഞങ്ങൾ രണ്ടും ഒന്നാണ്. അദ്ദേഹത്തെ എനിക്ക് സ്വർഗത്തിലേക്ക് തന്നൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിവചിക്കുന്നതായി കാണുന്നു, ഖുദ് ബിയദി അഖി, എന്നിട്ട് അദ്ഖില മഅൽ അൽ ജന്ന, പോയിക്കോളൂ, രണ്ടുപേരും കൂടെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. രണ്ടാമത് സ്വർഗത്തിലേക്ക് പോകാൻ കിട്ടിയ അവസരം ഈ ഒന്നാമനുമായിട്ടുള്ള ആദർശബന്ധവും സ്നേഹബന്ധവുമാണ്. ഈ ആദർശബന്ധവും സ്നേഹബന്ധവും വിളക്കി ചേർക്കുക തന്നെ വേണം. അത് പൊട്ടിച്ചെറിയാനുള്ള വ്യഗ്രതയല്ല കാണിക്കേണ്ടത്. കൂടുതൽ കൂടുതൽ കരുത്തുള്ളതാക്കാനും കൂടുതൽ ബലമുള്ളതാക്കാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, എന്നിട്ട് കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ഇങ്ങനെ നയിക്കപ്പെടുന്ന വിശ്വാസികളുടെ ആദർശ ബന്ധുക്കളുടെ വലിയ കൂട്ടങ്ങളായി ദുനിയാവിൽ ജീവിച്ചാൽ മാത്രമേ ഈ ആദർശ കൂട്ടങ്ങളായി സ്വർഗത്തിലേക്ക് കൂട്ടമായി കയറി ചെല്ലാനാവൂ. അങ്ങനെ ചെല്ലുന്ന കൂട്ടങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഗതികളുണ്ട്. വിചാരണ നാളിൽ ഗുണം കിട്ടുന്ന, പരലോകത്ത് വളരെയേറെ ഗുണം കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മുഅ്മിനാവുകയില്ലെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിശ്രമവേളയിലാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് പഠിപ്പിക്കുന്നത്, നിങ്ങൾ മുഅ്മിനുകളൊന്നും ആവാൻ പോകുന്നില്ല, അല്ല, നിങ്ങൾ സ്വർഗത്തിലൊന്നും പ്രവേശിക്കാൻ പോകുന്നില്ല. ആദ്യത്തെ വരിയത, ലൻ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാവുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിലൊന്നും കടക്കൂല. അപ്പോ ആശ്വാസം കൊണ്ട് കേൾക്കുമ്പോ, നിങ്ങൾ മുഅ്മിനുകളാകുകയില്ല, നിങ്ങൾ വിശ്വാസികളാകുന്ന പ്രശ്നമില്ല, നിങ്ങൾ പരസ്പരം ഉള്ളു തുറന്ന് സ്നേഹിക്കുവോളം. അതാണ് അടുത്ത വരി. അതാണ് സഹാബത്തിനെ ബേജാറാക്കിയത്. നിങ്ങൾക്ക് ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെയോ? അഫ്ശു സലാമ ബൈനക്കും, സലാം, അസ്സലാമു അലൈക്കും എന്ന പ്രാർത്ഥന നിങ്ങൾക്കിടയിൽ അധികരിപ്പിക്കുക. അതൊരു അഭിവാദ്യത്തിന്റെ വാക്കായി മാത്രം കാണരുത്, അതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും താങ്കളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ശീലമാക്കുക. ആ ശീലമാക്കിയാൽ നിങ്ങൾക്കത് ഉണ്ടാകാൻ കഴിയുമെന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഗതികളെ കുറിച്ച് നമ്മൾ കുറെ കൂടി ഗൗരവത്തിലെടുക്കണമെന്ന് വളരെ വിനീതമായി എനിക്കൊരു അപേക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിച്ചു മരിക്കുവാൻ നമ്മയും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത്, ഊസീകും വഇയ്യായ സാദിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ മതം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അല്ലാഹുവിൻ്റെ മതത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളോട് സാഹോദര്യവും കാരുണ്യവും വാത്സല്യവും അടുപ്പവും കാണിക്കുകയും അത് ദീനിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഞാൻ ഒന്നുകൂടി ഉണർത്തുന്നു. സ്വർഗപ്രവേശത്തിൻ്റെ അനിവാര്യ ഘടകമാണ് ഈ പറഞ്ഞ വസ്തുത എന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഈ ഈമാനും പരസ്പര സ്നേഹവും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളെ പോലെ പ്രധാനപ്പെട്ടത്. പരസ്പര പൂരകങ്ങളാണത്. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈമാനുണ്ട് എന്ന് പറയുന്നത് നിരർത്ഥകമാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. ഏതിനർത്ഥം? ലൻ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ എന്ന പ്രവാചക വചനത്തിനർത്ഥം അള്ളാഹ് പറഞ്ഞിട്ടാണല്ലോ പ്രവാചകൻ അത് പറഞ്ഞത്. അള്ളയാണല്ലോ ഇത് പറയാനേൽപ്പിച്ചത്. നിങ്ങൾ
വിശ്വാസികളാകുന്ന പ്രശ്നമില്ല, നിങ്ങൾ പരസ്പരം ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നത് വരെ. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം. നട്ട് നനച്ച് വളർത്തണം ഈ സ്നേഹബന്ധം. കാണണം, സംസാരിക്കണം, ഹദിയകൾ നൽകണം, കൂടെ ഇരിക്കണം, ഒക്കെ ചെയ്യണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു, ഇന്നൻ നിഅമത തുക്ഫർ. ഈ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്ന ആളുകളുണ്ടാവും. അതിനങ്ങനെ എല്ലാവരും ശുക്ർ ചെയ്യുന്നവരാവണമെന്നില്ല. മനുഷ്യബന്ധങ്ങൾ, റഹീം, മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, കുട്ടികളും ഒക്കെ തമ്മിലുള്ള ബന്ധം, നമ്മൾ ചേർക്കണമെന്ന് പറഞ്ഞ ഒരുപാട് ബന്ധങ്ങൾ. ആ ബന്ധങ്ങളൊക്കെയും വെട്ടി മുറിക്കപ്പെടും. ആ ബന്ധങ്ങളൊക്കെ ആളുകൾ പൊട്ടിച്ചെറിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനസ്സുകളെ കോർത്തിണക്കും. അള്ളാഹു അങ്ങനെ കോർത്ത് കെട്ടാൻ തീരുമാനിച്ചാൽ പിന്നെ ആ മനസ്സുകളെ അകറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. എന്നിട്ട് ഈ ആയത്ത്, ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, അതിലെ ഒരു ഭാഗം ഓതി പ്രവാചകൻ, ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ, ഭൂമിയിലുള്ള മുഴുവൻ സംഗതികളും നിങ്ങൾ ചെലവാക്കിയാലും പ്രവാചകരെ, മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ നിങ്ങൾക്ക് ചേർത്ത് സ്നേഹത്തിന്റെ കാഞ്ചന ശൃംഖലകൾ കൊണ്ട് കൂട്ടിബന്ധിക്കാനാവില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും. സൂറത്ത് അംഫാലിലാണ് ഈ രണ്ടായത്തുകൾ കിടക്കുന്നത്. പ്രവാചകരെ, താങ്കളെ വഞ്ചിക്കുവാൻ അവർ വിചാരിച്ചാൽ, താങ്കൾക്ക് അല്ലാഹു മതി, താങ്കൾക്ക് അല്ലാഹു മതി. അല്ലാഹുവാണ് അവന്റെ സഹായം നിമിത്തം താങ്കളെ പ്രബലപ്പെടുത്തിയത്. സത്യവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വലിയ സ്നേഹവലയം താങ്കൾക്ക് ചുറ്റിലും തീർത്തുകൊണ്ട് അള്ളാഹുവാണ് താങ്കളെ പ്രബലപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ സഹായം പോലെ ദുനിയാവിൽ ജീവിക്കുന്ന വിശ്വാസിക്ക് സ്നേഹവലയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് താഴെ ആയത്തിൽ അവരുടെ ഹൃദയങ്ങൾ, അവരുടെ മനസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണക്കി ചേർത്തു, വിളക്കി ചേർത്തു, പരസ്പരം കോർത്തുകെട്ടി. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ ബൈന ഖുലൂബിഹിം. പ്രവാചകരെ, അങ്ങ് ഈ ദുനിയാവ് മുഴുവൻ ചെലവഴിച്ചാലും അങ്ങനെയൊന്നും നടക്കില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും. അള്ളാഹുവാണ് സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത്, അള്ളാഹുവാണ് മനസ്സുകൾ കോർത്തുകെട്ടേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹവും ഐക്യവും രഞ്ജിപ്പും ഒരുമയും ഉണ്ടാവേണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലുമില്ലല്ലോ പലരും. പ്രാർത്ഥിക്കുന്ന പോലുമില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ അതൊരു വിശ്വാസമായി, ഒരാദർശമായി നെഞ്ചകത്തുണ്ടാകണം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ആമീൻ 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 എന്ന് പറയുന്നുണ്ടാവും. മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. അതിന് മനസ്സുകൾ പാകപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മളുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് എടുക്കുന്നത്. അതിലെല്ലാവരും സംഭാവന ചെയ്യണം എന്ന് ഓർമ്മപ്പെടുന്നു. തിരുരങ്ങാടി മണ്ഡലം മദ്രസ സർഗമേളയിൽ നടന്നു. അതിൽ നമ്മുടെ വിജയികളായ മക്കൾക്ക് വേണ്ടിയുള്ള അവാർഡ് ദാനവും അനുമോദനവും നാളെ വൈകുന്നേരം 4 മണിക്ക് മദ്രസയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കണം എന്നും ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മതത്തെ നന്നായി സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മൾ ആരൊക്കെ സ്നേഹിക്കണമോ അവരോടൊക്കെയും സ്നേഹം നിലനിർത്തി, ബന്ധം നിലനിർത്തി, അടുപ്പം നിലനിർത്തി ജീവിതത്തെ കുറെ കൂടി ഇസ്ലാമികമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗലബ്ധിക്കുള്ള അവിഭാജ്യ ഘടകമാണ് ഈ പരസ്പര സ്നേഹം എന്ന് തിരിച്ചറിയുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അകന്നകന്നു പോകാതെ അടുത്തടുത്ത് നിൽക്കുവാനും ചേർന്ന് നിൽക്കുവാനും
ഒരുമയോടെ ഒന്നായി മുമ്പോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉമ്മത്തിലെ പാകപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് ആ വഴിക്ക് വന്നു പോകുന്ന ഒരുപാട് വീഴ്ചകളുണ്ട്. സർവശക്തനായ തമ്പുരാനെ, ആ വീഴ്ചകളൊക്കെ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ അത്തരം വീഴ്ചകൾ വന്നു പോകാതിരിക്കുവാൻ മുൻകരുതലെടുക്കുന്ന നല്ല ഒരു സമൂഹമാക്കി നീ ഞങ്ങളെയും ഞങ്ങളുടെ നേതാക്കന്മാരെയും പരിവർത്തിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണമേ നാഥ. മാനസികമായി തീർത്തുന്ന ആളുകൾക്ക് നീ ആശ്വാസം പകർന്നു കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് നേരത്തെ നിന്റെ വിളിക്കുത്തരം ചെയ്ത് തിരിച്ചു വന്നവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم